ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ടാന്ന് തോന്നുന്നു ആളങ്ങോട്ട് ക്ഷീണിച്ചു, കളറൊക്കെ മാറി. ഇത് നമ്മുടെ കടച്ചക്ക നാട്ടിൽ നിന്ന് കൊടുത്തു. യാത്ര തുടങ്ങുന്നതിന് 4 ദിവസം മുന്നേ തന്നെ ആൾ ഫ്രിഡ്ജിൽ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രീൻ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി മുറിച്ച് നോക്കാം. അത്യാവശ്യം ബ്ലാക്ക് ഷെയ്ഡ് ഉള്ളിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നല്ല ഭാഗം മാത്രം നമുക്ക് എടുക്കാം. ചക്ക അത്ര നന്നായിരിക്കില്ല, എന്നാലും ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് കേട്ടോ ഈ കടച്ചക്ക ഇങ്ങോട്ട് കയറിപ്പോകുന്നത്. നമ്മളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കടച്ചക്ക ഫ്രൈ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇല്ല എന്നുള്ള ആൻസർ വന്നത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം കടച്ചക്ക കിട്ടുകയാണെങ്കിൽ ഫ്രൈ ആക്കാം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ ഈ ഒരവസ്ഥയിലാണ്. എന്നാലും നമുക്ക് നല്ലത് മാത്രം എടുത്ത് ഒട്ടും കടച്ചക്ക ഫ്രൈൻ്റെ ടേസ്റ്റ് അറിയാത്ത ആൾക്ക് ഫ്രൈ ആക്കി കൊടുക്കും. അപ്പോൾ ഇത്രയാണ് എനിക്ക് കിട്ടിയത്. ഇനി ഇത് വാഷ് ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് വെള്ളമൊക്കെ തുടച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ സ്ലൈസർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഓയിലിലേക്ക് സ്ലൈസ് ചെയ്തിട്ടാൽ മതി കേട്ടോ. കടയിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ ഇങ്ങനെ, അത് കാണാൻ തന്നെ ഒരു രസമല്ലേ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മളിങ്ങനെ ഫ്രൈ പരിപാടിയൊന്നും ഇല്ലാത്ത കാരണം സ്ലൈസർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നല്ല ഭംഗിയുള്ള കടച്ചക്ക വറുത്തത് കാണണമെങ്കിൽ ഞാനിതിൻ്റെ താഴെ ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടുനോക്കൂ കേട്ടോ. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ ഞാനിത് ആഡ് ചെയ്തത്. പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി, പിന്നെ ഉപ്പ് വെള്ളമൊക്കെ തെളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്തു. അങ്ങനെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം മൂത്ത കടച്ചക്ക ആയതുകൊണ്ട് കുറച്ച് മധുരവും ഉണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.